ജയന്തി, എന്താ വല്ലാതിരിക്കുന്നേ? വസുവിന്റെ കാര്യം ആലോചിച്ച വല്ലാത്ത സങ്കടമാകുന്നുണ്ട്. ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് നല്ല സങ്കടമുണ്ട് ജയന്തി. വസുവിനെ ഓർത്ത് ഈ വീട്ടിൽ എല്ലാവരും വിഷമിക്കുന്നുണ്ട്. ഉണ്ണിക്ക് വേണ്ടിയാണ് വസു അബിയെ കല്യാണം കഴിച്ചതെങ്കിലും അനുവിനെയും കീർത്തിയെയും തന്റെ സ്വന്തം കുട്ടികളെ പോലെ അവൾ നോക്കുന്നേ. സ്വന്തം അമ്മയെ കുട്ടികൾ മറക്കുന്ന രീതിയിൽ കുട്ടികളോട് വസു കാണിക്കുന്ന സ്നേഹം കണ്ട് ഒരു ഭാഗത്ത് അഭിയാണെങ്കിലും മറുഭാഗത്ത് നമ്മളാണെങ്കിലും എല്ലാവരും സന്തോഷിക്കുന്നുണ്ട്. എല്ലാം നല്ല രീതിയിൽ പോവുകയാണെന്ന് ആശ്വസിച്ചിരിക്കുമ്പോ പെട്ടെന്ന് അനുവിനെ മാറ്റം. അതാണ് ജയന്തി നമ്മുടെ നിർഭാഗ്യം. അനു മത്സരങ്ങളിൽ വിജയിക്കണമെന്നും അവൾക്ക് തന്നോട് ഒരിഷ്ടം തോന്നാനും അവളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി വസു ചെയ്തു കൂട്ടിയ ത്യാഗങ്ങളും അവൾക്ക് തന്നെ തിരിച്ചടിയായി. ചെയ്യാത്ത തെറ്റിന് ആ കൊച്ചുകുട്ടിയുടെ മുന്നിൽ കുറ്റവാളിയായി. ആ കുട്ടി അവളെ ഇന്ന് വെറുക്കുന്നു. എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിനൊരു പരിഹാരം നമ്മൾ കാണണം. വസു വേദനിക്കുന്നത് ഈ വീടിന് തന്നെ നല്ലതല്ല. എന്തു ചെയ്യാൻ കഴിയും ജയന്തി? അഭി തന്നെ പറഞ്ഞാലും മറ്റാര് പറഞ്ഞാലും അവൾ അനുസരിക്കില്ലെന്നാ പറയുന്നേ. മനുഷ്യരുടെ ശ്രമങ്ങൾ വിജയിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ദൈവത്തോട് സഹായം ചോദിക്കണമെന്നാ പറയാറ്. നമ്മളാൽ കഴിയാത്ത കാര്യം ചിലപ്പോ ദൈവത്തിനെ കൊണ്ട് സാധിക്കും. അപ്പോ എന്തു ചെയ്യണമെന്നാ? ശ്രാവണമാസം തുടങ്ങാൻ പോകല്ലേ. ഓരോ വർഷവും നമ്മൾ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ വരലക്ഷ്മി പൂജ ചെയ്യാറുള്ളതല്ലേ. ഈ വർഷത്തെ പൂജ നമുക്ക് ചെയ്യണ്ടേ ഏട്ടാ? ഒരുപക്ഷെ അത് ചെയ്യാത്തതുകൊണ്ടാവും ഓരോ പ്രശ്നങ്ങളും മനസ്സമാധാനക്കേടും ഉണ്ടാകുന്നത്. സത്യമാണ് ജയന്തി, ഒരിക്കൽ പോലും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. കൊച്ചു കുട്ടികൾ പോലും എപ്പോഴും ദേഷ്യത്തോടെ പെരുമാറുന്നേ. അതുകൊണ്ട് നാളെ തന്നെ പൂജാരിയെ വിളിച്ചിട്ട് ഒരു പരിഹാരം ചോദിക്കാം. വരലക്ഷ്മി പൂജ നമുക്ക് ചെയ്യാം. അങ്ങനെയാകുമ്പോ ഈ പ്രശ്നങ്ങളെല്ലാം മാറി എല്ലാവരുടെ മനസ്സ് ശാന്തമാകും. എനിക്കും അത് തന്നെയാണ് ശരിയെന്ന് തോന്നുന്നു. നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യം ആ ദൈവം നടത്തി തരും. ഈശ്വരന്റെ കൃപ കൊണ്ട് ആദ്യം വസുവിന് നല്ലത് വന്നാൽ ഈ വീട്ടിലെ എല്ലാവർക്കും നല്ലത് വന്നതുപോലെയാണ്. സത്യമാണ് ജയന്തി, ഈ വീടിന്റെ വസുന്ധര കുലദൈവത്തെ പോലെയാ. എത്രയോ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തി അവള് നന്നായിരുന്നാൽ നമ്മളെല്ലാവരും നന്നായിരിക്കും. ഞാൻ മറ്റൊരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. എന്താ ജയന്തി? അത് നാളെ പൂജാ സമയത്ത് പറയാം. എന്നോട് പറയാൻ പാടില്ലേ? വസുവിനോട് പറയാനുള്ളത് ആദ്യം വസുവിനോട് തന്നെ പറയണം. എന്നോട് എന്താ വരാൻ പറഞ്ഞത്? എന്താ കാര്യം? ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടിയാ താങ്കളോട് വരാൻ പറഞ്ഞത്. കുറച്ച് നാളുകളായി വീട്ടിൽ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുക. വീട്ടിൽ ആർക്കും മനസ്സമാധാനമില്ല. എനിക്കൊരു രണ്ടാം കല്യാണം നടത്തിയിരുന്നെങ്കിൽ എല്ലാവരും സന്തോഷിച്ചിരിക്കില്ലായിരുന്നു ഏട്ടാ. അതിനൊരു പ്രത്യേക കാരണം കൂടി ഉണ്ട് തിരുമേനി. ഓരോ വർഷവും ശ്രാവണ മാസത്തിന്റെ 2ാമത്തെ ആഴ്ചയിൽ വരലക്ഷ്മി പൂജ ചെയ്യാറുള്ളതാ. കഴിഞ്ഞ വർഷം എന്തുകൊണ്ടും അത് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പൂജ ചെയ്യുന്നതിലൊന്നും കാര്യമില്ല എടുത്തി. എനിക്ക് രണ്ടാമത് കല്യാണം നടത്തി തരണം, എന്നാ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ പൂജ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. വരലക്ഷ്മി പൂജ 2ാമത്തെ ആഴ്ച തന്നെ ചെയ്യണമെന്നില്ല. 3ാമത്തെ ആഴ്ചയോ 4ാമത്തെ ആഴ്ചയോ ഒക്കെ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ പൂജ ആരംഭിക്കാം അല്ലേ? തീർച്ചയായും നാളെ തന്നെ ആരംഭിക്കാം. അതിൽ യാതൊരു പ്രശ്നവുമില്ല. സന്തോഷമായി തിരുമേനി. അങ്ങ് രാവിലെ തന്നെ വന്ന് പൂജകളെല്ലാം ഭംഗിയാക്കി തരണം. തീർച്ചയായും വരാം. എന്നാ ശരി, പൊയ്ക്കോട്ടെ. അഭി, ഭാസ്കർ, അഖിൽ, നാളെ 3 പേരും ഓഫീസിൽ പോണ്ട. ഒരു ഇവന്റ്സും നാളെ എടുക്കണ്ട. ശരി അച്ഛാ. മക്കളെ, നിങ്ങൾ ആരും തന്നെ നാളെ സ്കൂളിൽ പോണ്ട. നാളെ എല്ലാരും പൂജയ്ക്ക് വേണം. ശരി മുത്തശ്ശ. നിങ്ങൾ എല്ലാവരോടുമായി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട്.
നാളത്തെ പൂജ വസുവിന്റെ അബിയുടെയും കൈകൊണ്ട് ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാനും അഖിലേട്ടനും കൂടി പൂജ ചെയ്താൽ ശരിയാവില്ല ഏട്ടത്തി. വസു എടുത്തിയോ അഭിയേട്ടനോ നമ്മളെക്കാളും വയസ്സിന് മൂത്തവര്. വ്രതവും പൂജയൊക്കെ അവര് ചെയ്യുന്നതായിരിക്കും നല്ലത്. പൂജ ചെയ്യുന്നതിനെ വലിയവരും ചെറിയവരൊന്നൊന്നുമില്ല. നിന്റെ അങ്കിള് ജീവനോടുണ്ടായിരുന്നെങ്കിൽ ഞാനും അദ്ദേഹം കൂടി പൂജ നടത്തുമായിരുന്നു. ഇളയമ്മേ, ഈ വർഷം വസു അബിയും തന്നെ പൂജ ചെയ്യട്ടെ. കാർത്തിക ചോദിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അവള് തന്നെ ഈ പൂജ ചെയ്യട്ടെ. രീതികൾ അറിയാത്തവർ പൂജ ചെയ്താൽ അതിന് ഫലം കിട്ടില്ല അബി. നീ കാർത്തികയെ ഓഫീസ് വിശ്വസിച്ചേൽപ്പിച്ചു. എന്നിട്ട് എന്തായി? 50 ലക്ഷം നഷ്ടമായില്ലേ? പൂജയിൽ എന്ത് നഷ്ടമുണ്ടാവാനാ എടുത്തി? ഈ പൂജയൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് നല്ല മനസ്സും കൂടി വേണോ ഏട്ടത്തി? കാർത്തികയ്ക്ക് നല്ല രീതിയിൽ ആലോചിക്കാനുള്ള മനസ്സോ ക്ഷമയോ യോഗ്യതയോ ഒന്നുമില്ല. അതുകൊണ്ടാണല്ലോ ഇന്നലെ ഉണ്ണിയെ കള്ളനാക്കാൻ ശ്രമിച്ചത്. അതുമാത്രമല്ല, പൂജയില് തലമുറയായിട്ട് കൈമാറി കിട്ടിയ ദേവീ വിഗ്രഹമാണ് വെക്കേണ്ടത്. പൂജ കഴിയുന്നതുവരെ ആ ദേവീ വിഗ്രഹം പൂജ ചെയ്യുന്നവരുടെ കൈവശം തന്നെ ആയിരിക്കണം. പൂജയുടെ പേരിൽ ആ വിഗ്രഹം കാർത്തികയെ ഏൽപ്പിച്ചാൽ അവൾക്കത് സംരക്ഷിക്കാൻ കഴിയുമോ ഇല്ലയോ? വ്രതം ഒന്നും ഇവളെ കൊണ്ട് എന്തായാലും പറ്റില്ല. ഈ വ്രതത്തിന്റെ അർത്ഥം എന്താന്ന് പോലും അറിയാത്തവളെ ഇവള്. എന്ത് വിഗ്രഹം അച്ഛാ അത്? ദേവിയുടെ വിഗ്രഹമാണ് വസു. കാലാകാലങ്ങളായി നമ്മുടെ കുടുംബത്തിലെയാ. എനിക്ക് എന്റെ അമ്മായിയാ തന്നത്, അവർക്ക് അവരുടെ അമ്മായിയാ കൊടുത്തത്. അങ്ങനെ കാലാകാലങ്ങളായി ആ വിഗ്രഹം അമ്മായിയുടെ കയ്യിൽ നിന്നും മരുമകൾ വാങ്ങണം. കർക്കിടക മാസത്തില് ആ വിഗ്രഹം പൂജ ചെയ്ത് വരലക്ഷ്മി പൂജ നടത്തുന്നത് കുടുംബത്തിന്റെ പാരമ്പര്യമാണ്. അറയിലെ പെട്ടിയിലാണ് അതിരിക്കുന്നത്. ഇതാണ് ആ പെട്ടിയുടെ താക്കോൽ. പൂജയ്ക്ക് മുമ്പായി വിഗ്രഹം പുറത്തെടുത്ത് പൂജ കഴിഞ്ഞ ശേഷം തിരിച്ച് ആ പെട്ടിയിൽ ഭദ്രമായി വയ്ക്കണം. നിനക്കാണ് ഇനി അതിന്റെ ഉത്തരവാദിത്വം. ആ പെട്ടിയില് വിഗ്രഹത്തിന് പകരം വേറെന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങളോ സ്വർണമോ മറ്റു ആഭരണങ്ങളോ ഉണ്ടോ എടുത്തി? ആ പിന്നെ അത് പഴയ കാലത്ത് എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോന്ന് ചോദിച്ചതാ. ഈ വീട്ടിലുള്ളതിൽ ഏറ്റവും പഴയത് നിങ്ങൾ തന്നെ അല്ലേ ഇളയമ്മേ? നിങ്ങളെ കൊണ്ടുപോയി മ്യൂസിയത്തിൽ ഇരുത്തണം.
നാളെ മോള് പുതിയ ഡ്രസ് ഇടണം കേട്ടോ. ഓക്കെ അല്ലേ? ഞാൻ ഏത് ഡ്രസ് ഇട്ടാലും നിങ്ങൾക്ക് എന്താ? അങ്ങനെ അല്ല അനു. നിങ്ങളുടെ ജോലി നോക്കിയാ മതി, എന്റെ കാര്യം അന്വേഷിക്കണ്ട. നിങ്ങൾ എന്റെ അമ്മയൊന്നും അല്ല. പൊയ്ക്കോ. എന്നെയാണോ ഇൻസൾട്ട് ചെയ്യാൻ നോക്കുന്നേ? എന്നെ കുറിച്ച് അങ്ങനെയാണോ വിചാരിക്കുന്നേ? ഇതിന് എന്ത് ചെയ്യണമെന്നറിയാം. ഹലോ ബേബി, ഹൗ ആർ യു? ഞാൻ ഒട്ടും ഓക്കെ അല്ല. വളരെ മോശം അവസ്ഥയിലാ ഇപ്പോ. എന്തു പറ്റി ബേബി? എല്ലാവരും എന്നെ ഇൻസൾട്ട് ചെയ്യാണ്. ഇവിടെ എനിക്ക് ഒരു വിലയില്ല. ആരും എന്നെ ഇവിടെ മാനിക്കുന്നില്ല. അന്ന് നടന്നത് അതുതന്നെയല്ലേ? അതുകൊണ്ടല്ലേ അഖിലിനെയും കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നോളാൻ പറഞ്ഞത്? നീയല്ലേ വരാൻ പറ്റില്ല വരില്ല എന്നൊക്കെ പറഞ്ഞ്? പ്ലീസ് മോം, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. എന്താ പറയ്? നാളെ ഇവിടെ ഒരു പൂജ നടത്താൻ പോവുകയാണ്. എന്നെ ഒഴിവാക്കി വസുവേട്ടത്തിയെ കൊണ്ട് പൂജ ചെയ്യിക്കുക. അവര് പൂജ ചെയ്യുമ്പോ ഞാനൊരു ജോലിക്കാരിയെ പോലെ മറ്റു ജോലികൾ ചെയ്യണോ അത്രേ? പൂജ ചെയ്യാൻ എനിക്ക് യോഗ്യതയില്ലെന്ന്. ദേവിയുടെ വിഗ്രഹം വസുവേട്ടത്തിയുടെ കയ്യിൽ കൊടുത്ത് അവരുടെ കൈകൊണ്ട് തന്നെ പൂജ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. എനിക്കിവിടെ യാതൊരുവിധ റെസ്പെക്റ്റും ഇല്ല. ഇപ്പൊ എന്താ വേണ്ടേ? ആ പൂജ നിന്റെ കൈകൊണ്ട് തന്നെ നടത്തണമെന്നുണ്ടോ? ഇല്ല, വസുവേട്ടത്തിയെ കൊണ്ട് ഒരിക്കലും അത് ചെയ്യിക്കരുത്. അവരെ ഒരു ദേവതയാക്കി വച്ചിരിക്കുക. എല്ലാവരും കൂടി അവരെ തലയിൽ കയറ്റി വച്ചിരിക്കുക. എനിക്ക് മനസ്സിലായി ബേബി. ആ വീട്ടിൽ വസുവിന്റെ അഭിമാനം ഇല്ലാതാകണം. അവൾക്ക് കിട്ടുന്ന ബഹുമാനമെല്ലാം ഇല്ലാതാകണം. അത്രയല്ലേ ഉള്ളൂ. അതെ, മോം എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല. ഇന്ന് ഞാൻ അപമാനിക്കപ്പെട്ടതുപോലെ നാളെ വസുവേട്ടത്തി അപമാനിക്കപ്പെടണം. ഇന്ന് ഞാൻ വേദനിക്കുന്നതിന്റെ 2 മടങ്ങ് നാളെ വസുവേട്ടത്തി വേദനിക്കണം. അങ്ങനെ ചെയ്യാം ബേബി. നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. വെറുതെ പറഞ്ഞാ പോരാ, നാളെ മോം ഇവിടെ വരണം. ഉറപ്പായിട്ട് ഞാനിവിടെ വരും ബേബി. ആ വസു അപമാനം കൊണ്ട് കരയണം. അത് കണ്ട് നീ സന്തോഷത്തോടെ ചിരിക്കണം. അതെന്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണണം. മോമിന് തന്ന വാക്ക് ഞാൻ പാലിച്ചിട്ടില്ല. എന്നാ മോം ഈ വാക്ക് പാലിക്കണം. ഈ ആഗ്രഹം സാധിച്ചു തരണം. എനിക്ക് നീയല്ലാതെ വേറെ ആരാ ബേബി ഉള്ളത്? നിന്റെ വേദന എന്റെ വേദനയാ, നിന്റെ സന്തോഷമാ എന്റെയും സന്തോഷം. താങ്ക് യു മോം. നാളെ പൂജ എത്ര മണിക്കാ? രാവിലെ തുടങ്ങുമെന്നാ പറഞ്ഞേ. പൂജ തുടങ്ങിയാലുടൻ ആദ്യമായി വരുന്നത് ഞാനായിരിക്കും. യു ഡോണ്ട് വെറി ബേബി. ഇന്ന് രാത്രി നീ ഹാപ്പി ആയിട്ട് ഉറങ്ങ്. നാളെ നീ ആഗ്രഹിച്ചത് മാത്രമേ നടക്കൂ. ബൈ ബേബി. ബൈ. എന്നെ നിങ്ങൾ അപമാനിച്ചില്ലേ? നാളെ എന്റെ മോം വരും, എല്ലാം ശരിയാക്കി തരും. എടി വസു, എന്റെ ബേബിയെയും എന്റെ മരുമകനെയും എന്റെ വീട്ടിലേക്ക് വരാതെ നീ തടഞ്ഞു വച്ചില്ലേ? ആ ദേഷ്യവും പകയും ഇനിയും ഞാൻ മറന്നിട്ടില്ല. നാളെ രാവിലെ നിന്റെ വീട്ടിലേക്ക് വന്ന് ആ പക ഞാൻ എങ്ങനെ തീർക്കുമെന്ന് നീ കണ്ടോ? അവിടെ വച്ച് നിന്നെ കണ്ണുനീര് കുടിപ്പിക്കാതെ ഈ അംബികാദേവി മടങ്ങി വരില്ല. എന്താടാ മാസ്റ്റർ ഇതുവരെ വരാത്തെ? ട്യൂഷൻ മാസ്റ്ററിന് വേണ്ടി ഞങ്ങളല്ലേ വെയിറ്റ് ചെയ്യേണ്ടത്. അമ്മൂമ്മ എന്തിനാ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്? അതല്ല മോനെ, മാഷ് വന്നാ നിങ്ങളെ നന്നായിട്ട് പഠിപ്പിക്കല്ലോ. ട്യൂഷൻ മാസ്റ്റർ പഠിപ്പിക്കാൻ വന്നാലും ഇല്ലെങ്കിലും ഞങ്ങള് നന്നായിട്ട് പഠിക്കും അമ്മുമ്മേ. അമ്മുമ്മ ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാതിരുന്നാൽ മാത്രം മതി. ആ
ആദ്യം അമ്മൂമ്മ ഇവിടെ നിന്ന് പോയേ. ഞാൻ അവിടെ നിന്നാ നിങ്ങൾക്ക് എന്താ? ദാ നോക്ക്, ഞാൻ നിങ്ങളോട് ഇപ്പോഴേ പറയാ, മാഷിന്റെ മുന്നിൽ വെച്ച് നിങ്ങൾ എന്നെ അമ്മൂമ്മയെന്നൊന്നും വിളിക്കരുത്. ഇങ്ങനെ വിളിക്കണ്ടെന്നാ ഞാൻ പറഞ്ഞേ. വസുന്ധര, എന്താ ഏട്ടാ? അല്ല അതെവിടെയാ വെച്ചേ? എന്ത് വെച്ചു? അത് തന്നെ, വളരെ പ്രധാനപ്പെട്ടത്. ഏട്ടന്റെ ഓഫീസ് ഫയൽസ് ആണോ? അല്ലടോ, അതിലും പ്രധാനപ്പെട്ടതാ വസുന്ധര. ഏട്ടന്റെ വാച്ചോ? വാച്ചിന്റെ കൈ തന്നെ കെട്ടിയിരിക്കല്ലേ. മൊബൈലോ കാർ കേസോ ആണോ? അതും എന്റെ കൈ തന്നെ ഉണ്ട്. പിന്നെന്താ ലാപ്ടോപ്പോ ചാർജറോ ആണോ? അതൊക്കെ പ്രധാനപ്പെട്ട സാധനങ്ങളാണോ? പിന്നെ എന്താന്ന് പറയേട്ടാ? ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞതല്ലേ, സൂക്ഷിച്ചു വെക്കാൻ ഞാൻ പറഞ്ഞിരുന്നതല്ലേ. ഇന്നലെ രാത്രി പറഞ്ഞോ? എന്താ മറന്നുപോയോ? ഞാൻ മറന്നുപോയി. എന്താടോ തനിക്ക് ഇത്ര ശ്രദ്ധക്കുറവ്? അത് എനിക്ക് എത്ര പ്രധാനപ്പെട്ടാണെന്ന് അറിയോ? എന്താ എത്ര അലക്ഷ്യമായിട്ട് നടക്കുന്നേ? അല്ല, താൻ ബോധത്തോടെ തന്നെയാണോ ഇരിക്കുന്നത്? ഇതിനേക്കാൾ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് തനിക്ക് എന്താ ഉള്ളത്? എനിക്ക് എന്ത് വേണ്ടപ്പെട്ടാണെന്ന് അറിയോ? സോറി ഏട്ടാ, സത്യമായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല. പ്ലീസ് എന്താന്ന് പറയേട്ടാ? തന്റെ ചിരി തന്നെ. എന്താ? തന്റെ പുഞ്ചിരി തന്നെയാ. അതെവിടെയാ വെച്ചത്? എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ചിരി താൻ എവിടെയാ വെച്ചേ? ആർക്കെങ്കിലും കടായിട്ട് കൊടുത്തോ അതോ താനത് വിറ്റോ? എന്നെ ഏട്ടനങ്ങ് പേടിപ്പിച്ചു കളഞ്ഞു. വേറെന്തോ കാര്യമെന്ന് ഓർത്ത് ഞാൻ ആകെ പേടിച്ചു പോയി. മനുഷ്യർക്ക് എല്ലാത്തിനേക്കാളും ചിരിയാണ് പ്രധാനം. പ്രധാനമായി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചിരിയാണ് ഏറ്റവും അലങ്കാരം. അതിന്നും എടുത്തു പറയേണ്ടത്, താൻ ചിരിക്കുകയാണെങ്കിൽ വളരെ സുന്ദരിയായിരിക്കും. അതും അല്ലാതെ അമ്മയാണ് ഏറ്റവും മതിപ്പുള്ള ആളെന്ന് താൻ പറഞ്ഞു. എന്നാൽ തന്റെ മതിപ്പ് തന്റെ പുഞ്ചിരിയാണ്. അത് കളഞ്ഞ പിന്നെ എങ്ങനെയാ? ഒരിക്കലും വിഷമവും ഭയവും തനിക്ക് സ്യൂട്ടാവില്ല. പുഞ്ചിരിയും ധൈര്യവും ആത്മവിശ്വാസവുമാണ് തന്റെ DNA. നെവർ മിസ് ഇറ്റ്. അല്ല, കുറച്ചു നേരത്തിന് മുമ്പ് താൻ നല്ല സന്തോഷത്തിലായിരുന്നല്ലോ, എന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി? ഒന്നുമില്ല ഏട്ടാ. അനു തന്നെ വീണ്ടും ഡിസ്റ്റർബ് ചെയ്തോ? അമ്മയ്ക്കും മോൾക്കും ഇടയിൽ 1000 പ്രശ്നങ്ങളുണ്ടാവും. അതിനിടയിലേക്ക് ഏട്ടൻ എന്തിനാ വരുന്നത്? ഭാര്യയുടെയും ഭർത്താവിന്റെ ഇടയ്ക്ക് 1008 പ്രശ്നങ്ങളില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഉണ്ടാവണ്ടേ? വസുന്ധര, തനിക്ക് വേദനിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് ഒരുപാട് വിഷമമാവും. താൻ ചിരിക്കുകയാണെങ്കിൽ ഈ വീട് തന്നെ സന്തോഷമായിട്ടിരിക്കും. ഇത് എന്റെ ഒപ്പീനിയൻ മാത്രമല്ല, ഈ വീട്ടിലുള്ള എല്ലാവരുടെയും അഭിപ്രായം. തന്നെ ചിരിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയും പ്ലീസ്. ഏട്ടന് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്റെ ജീവിതത്തിലേക്ക് ഏട്ടനും പുഞ്ചിരിയും ഒരേ സമയത്താ വന്നത്. ഏട്ടൻ ആ ചിരി കൊണ്ടുവന്നതാണോ, ഏട്ടനോടൊപ്പം ചിരി ചേർന്ന് എനിക്ക് വന്നതാണോ എന്നറിയില്ല. പക്ഷെ ഞാനിപ്പോ വളരെയധികം സന്തോഷത്തിലാ.